Good evening. Good evening. How are you all? Fine. How are you? I am fine. Thank you. എന്താണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞേ? കുറെ നാളായില്ല നമ്മൾ കണ്ടിട്ട്. ഇന്ന് ആർക്കും യൂണിഫോം ഇല്ലേ? ഹർഷലും തന്റെയും മാത്രമേ ഇട്ടുള്ളൂ. ജാനിക്കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോഴാണ് സുന്ദരിയായിട്ടിരിക്കുന്നത്. റിഷാനെ കണ്ടിട്ട് കുറേ ആയി. തന്റേവ് നിങ്ങളുടെയൊക്കെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീക്ക് നമുക്ക് സ്കൂളിൽ വരാന്നാ പറഞ്ഞു കേട്ടത് അല്ലേ? പറ്റുമോ? KGBയുടെ കാര്യം എങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ക്ലാസ് മുതലാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വരാൻ ഇഷ്ടമുണ്ടോ സ്കൂളിലേക്ക്? നമ്മുടെ പാർക്കൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സാറ്. നല്ല മണ്ണൊക്കെ ഇട്ട് കല്ലൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല സുന്ദരാക്കിയിട്ടുണ്ട്. നമുക്ക് കളിക്കാനൊക്കെ പോണ്ടേ അല്ലേ? ഓക്കെ, എന്താ നമ്മൾ പഠിച്ചു വന്നത്? എന്തൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാരും ഹോംവർക്ക് ചെയ്തോ? ഫാത്തിമ കുട്ടിയെ, നിഷാൻ വീഡിയോ ഓൺ ചെയ്തേ. ഫാത്തിമയുടെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? റിഷാന് പനിയാണോ? മരുന്ന് വാങ്ങിയോ? മരുന്ന് വാങ്ങിയില്ല. നായൊക്കെ എന്താണത് സ്ലേറ്റിൽ എന്ന് കുത്തി വരച്ചിരിക്കുന്നു. അല്ല, ആരാ മിസ്സിന് ഒരു പാട്ട് പാടിത്തരുന്നേ? എഴുതാൻ പറ്റിയില്ല അല്ലേ? പനിയായോണ്ട്. പനിയൊക്കെ മാറിയിട്ട് എഴുതണേ. പാത്തുമ്മ പാടുന്നുണ്ടോ? പാത്തുമ്മ പാടുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ, കേൾക്കുന്നില്ല. എന്നോട് എപ്പോഴും ക്ലാസ് എന്ന് പറയാം. അത് കേൾക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വീണ്ടും വിളിച്ചത്. എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. അങ്ങനെ വിളിക്കാൻ പറഞ്ഞു എന്നോട് ഒരു ദിവസം. ഫാത്തിമ എന്നാ ഒരു പാട്ട് പാടിയേ കേൾക്കട്ടെ. No. Then take your textbook. Okay, എവിടെയാ നമ്മൾ പഠിച്ചു നിർത്തിയത്? വെരി ഗുഡ്. അപ്പോ ധന്ദേവ് ഒന്ന് വ്യഞ്ജനാക്ഷരങ്ങളൊന്ന് പറഞ്ഞേ. ഇത്രയും പഠിച്ചത്രയും. കാക്ക ഗാങ്ങ, വരെയാണ് പഠിച്ചത് അല്ലേ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 15. പേജ് നമ്പർ 15. ത ഥ പഠിച്ചു അല്ലേ? നെക്സ്റ്റ് ലെറ്റർ ദ. സേ ലിസൺ ദിസ് ലെറ്റർ ദ. സേ ദർജി, സേ ദവാത്, സേ ദർവാസ. ദർവാസ എന്ന് വായിക്കണം കേട്ടോ. സേ ദർജി, സേ ദവാത്ത്, സേ ദർവാസ. എന്താണ് ദർജി എന്ന് പറഞ്ഞാൽ? ആരാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ദർജി എന്ന് പറഞ്ഞ ആരാ? സായക്? ടൈലർ ആണ്. ടൈലർ എന്ന് പറഞ്ഞ ആരാ? തുണിയൊക്കെ തയ്ച്ചു തരുന്ന തയ്യൽക്കാരൻ. അതെ, ടൈലർ. സേ ദവാത്ത്. ദവാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ക് പോട്ടാണ്. മഷിക്കുപ്പി ഇല്ലേ, അതാണ് ദവാത്ത്. നമുക്ക് പേനയിലൊക്കെ മഷി എടുക്കണമെങ്കിൽ മഷിയുടെ
മഷി വേണം അല്ലേ? അത് കുപ്പിയിലാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ മഷി കുപ്പി എന്നാണ് പറയാ. ദവാത്ത്. ദാ സേ ദർവാജ. ദർവാജ എന്ന് പറഞ്ഞാല് ഡോറ്. കഥകില്ലേ, ഡോർ, വാതില്, അതാണ് ദർവാജ. ദാ സേ ദർജി. ഓൾ ഓഫ് യു സേ ലൗഡ്ലി. ദാ സേ ദർജി. ദാ സേ ദവാത്ത്. ദാ സേ ദർവാജ. വൺസ് മോർ. ദാ സേ ദർജി. സോഫ്റ്റ് ലെറ്റർ ആണ് ദ. ഉറപ്പിച്ചൊന്നും പറയരുത്. ദ. സയാൻ, ഡോണ്ട് ബൈറ്റ് യുവർ പെൻസിൽ. ദാ സേ ദർജി. ദാ സേ ദവാത്ത്. ദാ സേ ദർവാജ. ഫാത്തിമ, sit properly. ഇതെന്താ കയ്യില്? ഓക്കെ. ദാ എന്നെങ്ങനെ എഴുതും നമ്മള്? ദാ എഴുതാൻ ഈസിയാണ്. നമ്മള് ടാ ഠ ഡാ ഠ ണ പഠിച്ചു അല്ലേ? അപ്പോൾ നോക്കിയേ, ഓൾ ഓഫ് യു ലുക്ക് ഹിയർ. ഫസ്റ്റ് നമ്മൾ കുഞ്ഞു വണ്ണ് വരയ്ക്കുന്നു. അതിനുശേഷം ടാ എഴുതുന്നു. ടാ പഠിച്ചിട്ടില്ലേ നമ്മൾ? ടാ ഠ ഡാ ഠ ണയുടെ ഫസ്റ്റ് ടാ എഴുതുന്ന പോലെ എഴുതി. അതിനുശേഷം അതിൻ്റെ അകത്തൂടെ എവിടെയാണ്? ഇതാ ഫസ്റ്റ് ടാ എഴുതി അകത്തൂടെ താഴോട്ട് വരുന്നു. കണ്ടോ? ദാ ലാസ്റ്റ് മുകളിൽ വരയ്ക്കുന്നു. ഈസി ആയിട്ട് എഴുതാം. ഇത് എഴുതണമെന്നില്ല. ദാ. അക്ഷരദീപം ഉണ്ടെങ്കിൽ അക്ഷരദീപത്തിൽ എടുത്തിട്ട് നിങ്ങൾക്ക് അതുപോലെ അങ്ങോട്ട് എഴുതി നോക്കാം. ഫസ്റ്റ് കുഞ്ഞു വണ്ണ് വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ടാ എഴുതുന്ന പോലെ എഴുതി. എന്നിട്ട് അകത്തൂടെ താഴോട്ട്. സായക എഴുതി കാണിച്ചു. വെരി ഗുഡ്. ദാ. കണ്ടില്ലേ? നിങ്ങളുടെ അക്ഷരദീപത്തിൽ എന്താണ് പിക്ചർ കൊടുത്തിരിക്കുന്നത്? അക്ഷരദീപത്തിലെ പിക്ചർ എന്താണ്? വെരി ഗുഡ് ജാനകി. എന്താണ് മക്കളെ അക്ഷരദീപത്തില്? റിഷാൻ. ഓക്കെ. ദർവാസയാണല്ലേ? ആ ജായുടെ അടിയിൽ ഒരു ഡോട്ട് ഉള്ളതുകൊണ്ട് നമ്മളത് ദർവാജ എന്നുള്ളത് ദർവാസ. ദർവാജ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വലുതാകുമ്പോൾ നമ്മൾ അതിന്റെ പ്രൊനൗൺസ്. റിഷാൻ കണ്ടു. വെരി ഗുഡ്. മിസ്സിന് ഭയങ്കര ചുമ വരുന്നു. ദാ സേ ദർജി. ദാ സേ ദവാത്ത്. ദാ സേ ദർവാജ. സായികൊന്ന് വായിച്ച് കേൾപ്പിച്ച് നോക്കട്ടെ. ദാ സേ ദർജി. ദാ സേ ദവാത്ത്. ദാ സേ ദർവാസ. ദർവാജ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് റിഷാൻ. അക്ഷരദീപത്തിൽ എഴുതിക്കോ അവിടെ. സായ. ദർജി എന്ന് വായിക്കും മോനെ. ദർജി. ദർജി. ദർവാജ എന്ന് തന്നെ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയും എന്തൊക്കെയാവും. ദർവാസ എന്നൊക്കെ പറഞ്ഞാല് രസമില്ല. ദർവാജ. ഓക്കെ. ജാനകി.
Da se derdi. Da se derdi. Da se derva. Da se derva. Da se derva. Da se dervaza. ദർവാസ. ഓക്കെ. ധൻദേവ്. Da se darat. Derji. Darji. Da se darha. Davat. Dawat. Da se darha. Darvasa. ദർവാജ. Daruha. ദർവാജ. ഫാത്തിമ. ജാനകി എവിടെ ഈ പോന്നത്? ആർക്കും ഇരുത്ത് ഉറക്കുന്നില്ല. ഫാത്തിമയൊക്കെ നിക്കുന്ന നോക്കിയേ. ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. നെക്സ്റ്റ് ഗായത്രി. Da se darwaza. ദർജി. ദാസേ ദർജി. ദാസേ ദവാത്ത്. Da se dawaf. ദവാത്ത്. Dawat. ആ ദാസേ ദർവാജ. Da se darwaza. ഓക്കെ. ഹർഷൽ. Da se Da se derji. daji. Da se dawai. Dawat. Da se Darvat. dalwat. ദർവാജ. Darwaja. Dalwaja. ആ സയാൻ. Da se ഉം. darja. ദർജി. Darji. Da se dawad. ഉം. Da se darwaza. Da se ദാസേ darwaja. ദർവാജ. നിഷാൻ. നിഷാൻ. ഫാത്തിമ പോയിട്ട് അമ്മേനെ വിളിച്ചിട്ട് വാ. ഫാത്തിമ എനിക്ക് അമ്മേനെ ഒന്ന് കാണണം. വിളിച്ചിട്ട് വന്നേ. നിഷാൻ പോയോ? റേഞ്ച് പ്രശ്നമാണ്. അമ്മ എവിടെ? അൺമ്യൂട്ട് ചെയ്തേ. ഞാൻ പെരുങ്ങാത്താണ്. എന്റെ ഉമ്മ എവിടെയല്ല പഠിച്ചാലാന്ന്. അത് ശരി. എന്നാ വായിച്ചൊന്ന്. ബുക്കില്ലേ കയ്യില്? ഉണ്ട്. ആ വായിക്ക. ദാസേ ദർജി. ഞാൻ ഇന്ന് സാറിനെ കൂട്ടി വീട്ടിൽ വരും. എവിടെയാ ഉള്ളത്? പെരിങ്ങോത്തല്ലേ. ഞാൻ ഇപ്പൊ പോകുന്ന വഴിക്ക് വീട്ടിൽ കയറിയിട്ടേ പോകുള്ളൂ. നല്ലൊരു വഴിയായിട്ട് ഞാൻ അങ്ങോട്ട് വരും. വയ്യാകിയോ? ആ വഴിയൊക്കെ അറിയാം. ചോദിച്ചു വരും നമ്മള്. പെരിങ്ങോത്തല്ലേ? പെരിങ്ങോത്ത് അവിടെ ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോണ്ടേ? പെരിങ്ങോത്തല്ലേ? അല്ലേ ഫാത്തിമ? ഏ ആ നമ്മള് കാറിന് വന്നോളാം. കാറ് വരില്ലേ അങ്ങോട്ട്? പാടിച്ചാല് പോവും. ആ പാടിച്ചാല് പോകുന്ന വഴിക്ക് കണ്ടോളാം. എന്നാലേ പെരിങ്ങോത്ത് വന്നിട്ട് നീ പാടിച്ചാല് പോകുമ്പോ നമ്മള് പുറകെ ഉണ്ടാവും. അതൊന്നും വേണ്ട. ഇപ്പൊ സാർ അവിടെ എത്തും. സാർ ഇവിടെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നിന്റെ വീട്ടിലോട്ട് വരും. വേഗം വായിച്ചോ. ദാസേ ദർജി. ദാസേ ദവാത്ത്. ദാസേ ദർവാജ. ആ ഇനി ഹോംവർക്ക് ചെയ്യുന്നില്ലാന്ന് അമ്മ പറയുന്ന കേട്ട് അന്നപ്പോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും. നീ പാടിച്ചാലോ? പെരിങ്ങോത്ത് ഏതെങ്കിലും സ്ഥലത്തുണ്ടാവില്ലേ? അപ്പൊ വന്നോളാം കേട്ടോ. വിളിച്ചിട്ട് വന്നോളാം. അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ എത്താൻ പറ്റും. പാടിച്ചാലും പെരുങ്ങോത്ത് പോവും. പെരുങ്ങോത്ത് ഒരു ദിവസം നോക്കും. പിന്നെ എന്താ വേണ്ടു ക്ലാസ്. നിന്റെ തട്ടിപ്പൊക്കെ നമ്മൾക്കറിയാം. അതൊന്നും നടക്കൂല. എന്തായാലും വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് നിന്നെ പൊക്കിക്കൊണ്ട് വരും പഠിച്ചില്ലെങ്കില്.
അപ്പോൾ നമ്മൾക്ക് ഒരു ലെറ്റർ കൂടെ പഠിക്കണം ഇന്ന്. ദാസേ ദർജി, ദാസേ ദവാത്ത്, ദാസേ ദർവാജ. നെക്സ്റ്റ് ലെറ്റർ താ ഥ ദാ ഥ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ ഥായാണ്. കുറച്ച് ഹാർഡായിട്ട് പറയണം. ഥ. ടേക്ക് പേജ് നമ്പർ 16. ഥാ സേ. ഇതുണ്ടോ ഥാ എഴുതുന്ന എങ്ങനെയാന്ന് നോക്കിയോ. ഥാ സേ ധൻ, ഥാ സേ ധനുഷ്, ഥാ സേ ധോബി. ലിസൺ. ഒന്ന് പറഞ്ഞ എല്ലാരും. ഥാ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഥാ. ഥാ സേ ധൻ, ഥാ സേ ധൻ, ഥാ സേ ധനുഷ്, ഥാ സേ ധോബി. 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 ഓക്കെ. എന്താണ് ഥാസേ ധൻ എന്ന് പറഞ്ഞാല്? ധൻ എന്ന് പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോ എന്താണ് അവിടെ ഒരു കെട്ടൊക്കെ കാണുന്നത്? ഇതെന്താണ്? ആ, പണമാണ്, പൈസയാണല്ലേ. ഥാസേ ധൻ. ഥാസേ ധനുഷ്. ധനുഷ്. എന്താണ് ധനുഷ്? അമ്പാണോ ഇത്? ആ, ബോയാണ് അല്ലേ. ആരോയാണ് അമ്പ്? അമ്പല്ല ഇത് ബോ, വില്ല്. അമ്പും വില്ലും. നിങ്ങൾക്ക് അറിയാമോ അമ്പും വില്ലും ഉണ്ടാക്കാൻ? അറിയോ? എവിടെയാ അമ്പയിന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട് അല്ലെ? സിനിമയിലൊക്കെ ഉണ്ട്, ബാഹുബലിയിലൊക്കെ ഉണ്ട് അമ്പെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പൊ ഥാസേ ധോബി. ധോബി എന്ന് പറഞ്ഞ ആരാണ്? ഇതാരാണ്? ജാനകി, ധോബി എന്ന് പറഞ്ഞ ആരാണെന്ന് പറഞ്ഞേ. ആ, വാഷർമാൻ ആണ്. അലക്കുന്ന ആളാണ് അല്ലെ? അലക്കുകാരൻ, വാഷർമാൻ. ധോബി, വാഷർമാൻ. ഥാസേ ധൻ. അതെയോ? ആ, അമ്പും വില്ലൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാ അല്ലേ? ഇത് നോക്കിയേ. ഥാസേ ധൻ നമ്മൾ ഇവിടെ പഠിച്ചില്ലേ? ആ, അതുപോലെ ഇവിടെ ഒരു ഥാസേ ധന്നും കൂടെ വന്നു അല്ലേ? ഥാസേ ധൻ. ധൻ എന്ന് പറഞ്ഞ മണി. ഥാസേ ധൻ, മണി. ഇത് ധനുഷ്, ബോയ് ആണ്. ദിസ് ഈസ് ധോബി, വാഷർമാൻ. All of you say loudly. ഥാസേ ധൻ, ഥാസേ ധനുഷ്, ഥാസേ ധോബി. ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഥ എന്ന ലെറ്റർ ആണ്. ഇപ്പോൾ ഥ എങ്ങനെ എഴുതും? ഹൗ ക്യാൻ റൈറ്റ്? മിസ് ഥ എടുത്തില്ലെന്ന് തോന്നുന്നു എഴുതിയത്. നല്ല ഈസിയാണ്, ഞാൻ കാണിച്ചു തരാം. മിസ് എഴുതുന്ന പോലെ നോക്കി എഴുതണം, എങ്കിലേ നമ്മൾക്കത് ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാണിച്ചു തരാം. One, two, three, 4, 5, 6, 7 in a can. 11, 12, 13, 14. പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ലിസൺ, ലിസൺ, ലുക്ക് ഹിയർ. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ അകത്തുകൂടെ ചുരുട്ടിട്ട് നമ്മൾ എഴുതുവാണ്. കണ്ടോ? എഴുതിയെടുത്തോ? ആ, ഫസ്റ്റ് നമ്മൾ അകത്തൂടെ ചുരുട്ടി എഴുതിക്കോ. എന്നിട്ട് എങ്ങനെ എഴുതുന്നു? മുകളിലോട്ട് വരുന്നു, അതേപോലെ താഴോട്ട് വരുന്നു. ലാസ്റ്റ് മാത്രമേ കൈ വിടാവൂ. ഥ. ഫസ്റ്റ് ഇതിന്റെ അകത്തൂടെ തുടങ്ങുന്നു, എന്നിട്ട് മുകളിലോട്ട് എഴുതുന്നു, എന്നിട്ട് ആ മുകളിലോട്ട് എഴുതിയെടുത്ത് തന്നെ താഴോട്ട് വരയ്ക്കുന്നു. കൈ വിടാതെ എഴുതണം. ലാസ്റ്റ് മാത്രമേ കൈ വിടുന്നുള്ളൂ. ഥ.
ആ ജാനകിക്കുട്ടി എഴുതി. ഗായത്രി എഴുതിയോ? കാണാൻ പറ്റുന്നില്ല മോളെ. കാണുന്നില്ല. കുഞ്ഞ് എഴുതിയത് മുകളിലാ. കാണുന്നില്ല കേട്ടോ. ഓക്കെ, അത് കണ്ടു കണ്ടു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ തന്നെ. സയാൻ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ മുകളിൽ വരയ്ക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ വരയ്ക്കാൻ പാടില്ല. ഥ എന്ന ലെറ്ററിന് ഇവിടെ ഈ വണ്ണ് എഴുതിന് മാത്രമേ വരയ്ക്കാവൂ കേട്ടോ. മൊത്തത്തിൽ വരയ്ക്കല്ലേ. ഇത് കണ്ടോ നിങ്ങൾ? ഥ എഴുതിയപ്പോൾ നോക്കിയേ, ഈ ഇങ്ങനെ എഴുതിയിട്ട് ഈ മുകളിലോട്ട് വന്നതിന് മാത്രമേ മുകളിൽ വരയുള്ളൂ. ഇവിടെ വരയ്ക്കരുത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. റിഷാൻ, സായക്. ഓക്കെ. ദിയ പ്രമോദ്, വൈ ആർ യു ലേറ്റ്? ഉറങ്ങിപ്പോയെന്ന് തോന്നല്ലോ. കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ടാ വരുന്നത്. എവിടെയാണ്? പാർക്കിലോ? ഫാമിലോ? ആ, നമ്മൾ ഇന്ന് 2 ലെറ്റേഴ്സ് പഠിച്ചു ഹിന്ദിയില്. ഇപ്പോൾ ഥായും അല്ല സോറി ദായും ഥായും എങ്ങനെ എഴുതണ്ടെന്ന് കണ്ടോ? ദിയ കണ്ടോ? ദാ എഴുതുന്ന എങ്ങനെയാ നോക്കിയേ. ഫസ്റ്റ് നമ്മളൊരു കുഞ്ഞു വണ്ണ് വരച്ചു, എന്നിട്ട് ടാ എഴുതുന്ന പോലെ എഴുതി, എന്നിട്ട് അതിൻ്റെ അകത്തൂടെ വന്നു. കണ്ടോ? ദ. സോഫ്റ്റ് ആയ ലെറ്ററാണ് ദ. രണ്ടാമത് പഠിച്ച ലെറ്ററാണ് ഇന്ന് ഇത്. കണ്ടോ? ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ എഴുതുന്നു, എന്നിട്ട് മുകളിലോട്ട് വരയ്ക്കുന്നു, അതേപോലെ താഴോട്ട് വരയ്ക്കുന്നു, എന്നിട്ട് മുകളിൽ വരയ്ക്കുന്നു. ഥ. Okay. All of you take a textbook. Tha se than, tha se thanush, tha se thobi. അതൊന്ന് എല്ലാവരും ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. ഫസ്റ്റ് ചാൻസ് ഈസ് ദിയ. ദിയ കേട്ടില്ലല്ലോ, ലാസ്റ്റ് വിളിക്കാം. ധൻദേവ്. Thobi, very good. Fatima. തോബി ആണ് അടുത്ത പിക്ചർ. തോബി പറഞ്ഞ വാഷർമാൻ ആണ്. അത് നോക്കിയിട്ടാണോ വായിക്കുന്നത്? നെക്സ്റ്റ് പിക്ചർ എന്താണ്? ധനുഷ്. ആ, നെക്സ്റ്റ് തോബി. ഫാത്തിമയുടെ അടുത്ത് ആരാ ഉള്ളത് ഇപ്പോ? ഒന്ന് നോക്കാമോ? ഇങ്ങോട്ടൊന്ന് നോക്കാമോ? ആരാണ് ഫാത്തിമയുടെ അടുത്ത്? അമ്മയല്ലല്ലോ. ആ, ഫാത്തിമ കുട്ടി ഫസ്റ്റ് വായിക്കുന്നില്ലായിരുന്നു. പിന്നെ സാറും ഞാനും അങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോഴാണ് അവൾ വായിക്കാൻ തുടങ്ങിയത്. അതുപോലെ ഹോംവർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയിക്കണം. അപ്പോൾ അവൾ പറഞ്ഞത് ഇപ്പൊ പെരിങ്ങോത്താണ്, നമ്മൾ വരുമ്പം അവൾ പാടിച്ചാലോട്ട് പോവും. അപ്പോൾ എങ്ങോട്ട് പോകുമ്പോഴും നമ്മളെ ഒന്ന് വിളിച്ച് വിവരം അറിയിക്കണം. നമ്മൾ അവിടെ എത്തിക്കോളാം കേട്ടോ. ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ് ചെയ്യുന്നില്ലെങ്കിൽ. ഞാൻ ഇന്ന് കൊറേ എഴുതിപ്പിച്ചു നിന്ന്. ഇടയ്ക്ക് കൊറേ ഒഴിവില്ലതല്ലോ. ഒരുപാട് എഴുതാനുണ്ട് ഫാത്തിമ. ക്ലാസ്സിലാണെങ്കിൽ നമ്മുടെ പുറകെ നടക്കുന്നല്ലാതെ ഒരക്ഷരം അവൾ എഴുതില്ല. അതുകൊണ്ട് അങ്ങനെ ശരിയാവില്ല കേട്ടോ. ഇന്ന് കംപ്ലീറ്റ് ആക്കുന്നതാ. ബുക്ക് ഇന്ന് ഫുള്ള് എടുത്തിട്ട് അക്ഷരദീപം കൊറേ കംപ്ലീറ്റ് ആക്കി. നോട്ടാ കംപ്ലീറ്റ് ആക്കാൻ നോട്ട് എടുത്തിട്ടില്ല. അപ്പൊ കംപ്ലീറ്റ് ആവാത്തതെല്ലാം എടുത്തിട്ട് നമുക്ക് ഇനി സ്കൂളിലോട്ട് വരാം. സാറുണ്ടല്ലോ ഇവിടെ, സാറിന്റെ അടുത്ത് ഇരുത്തിയിട്ട് നമുക്ക് എഴുതിക്കാം. അതാ നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ഗായത്രി. ഗായത്രിയേ,
വായിക്ക്. എന്താണ് വായിക്ക്? അൺമ്യൂട്ട് ചെയ്ത് വായിക്ക്. അമ്മയില്ലേ അടുത്ത്? ഹർഷൽ, ദിയ. ഓക്കെ, വെരി ഗുഡ്. Dasha do Dan. dan Dase dan. Dasha danush Dase do. Dasha dori Do. ടോബി, ടോബി. ടോബി. ഓക്കെ, ഗായത്രി അൺമ്യൂട്ട് ചെയ്യുമോനെ. ഓക്കെ, വായിച്ചോ. ഥാസേ ധൻ, Tase tan ഥാസേ ധനുഷ്, Tase tobi തോബി. വെരി ഗുഡ്, വെരി ഗുഡ്. റിഷാൻ. Dasha danchu Dasha dobi തോബി, വെരി ഗുഡ്. സായക്. Dasha dan Dasha danush Dasha dobi വെരി ഗുഡ്. ഫാത്തിമ എന്താ ഇരുട്ടത്ത് പോയിരിക്കുന്ന പോലെ? സിറ്റ് പ്രോപ്പർലി. സയാൻ. Dasha dan Dasha danush Dasha dobi തോബി, വെരി ഗുഡ്. ദിയ. Yes ma'am. റീഡ്. ഥാസേ, നേരത്തെ വായിച്ചില്ലോ. ദാസേ ദർജി. Dasha dhan ബുക്കിലല്ലോ അല്ലേ? ദാസേ ദർജി. Dasha kurchi ദാസേ, ഇതാണിത്. ദവാത്ത്. dabat ദാസേ ദർജി, ദാസേ ദവാത്ത്. Dasha dabadi ദവാത്ത്. dabat ദാസേ ദർവാജ. Dasha darwaja ഓക്കെ, നെക്സ്റ്റ്. ഥാസേ എവിടെയാണ്? ഥാ, ഇതേതാണ് ലെറ്റർ? വിച്ച് ഇസ് ദ ലെറ്റർ? ഥാ. ഥാസേ ധൻ, Dasha dhan ഥാസേ ധനുഷ്, Dasha tanush ഥാസേ തോബി. Dasha tobi ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ രണ്ട് ലെറ്റേഴ്സും അക്ഷരദീപത്തിൽ എഴുതണം. അതിനുശേഷം നോട്ട് ബുക്കിലേക്ക് ഒരു ഹാഫ് പേജ് വെച്ച് എഴുതാം. നമ്മൾക്ക് ഇനിയും ഉണ്ട്, കുറേ ലെറ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. Bye miss. അപ്പോൾ ഹോംവർക്ക് ചെയ്യണം, നന്നായിട്ട് വായിച്ച് പഠിക്കണം, പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് വായിക്കണം. അക്ഷരദീപം കംപ്ലീറ്റ് ആക്കാതെ, അതായത് ഇനിയും എഴുതി തീരാത്തവരുണ്ട്, കുറേ പേരുണ്ട്. ഫസ്റ്റ് പേജൊക്കെ എഴുതാത്തവരുണ്ട്. അതൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കണം ഫെബ്രുവരിയിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങും എങ്ങനെയാണെന്ന് അറിയില്ല. തുടങ്ങുവാണെങ്കിൽ സ്കൂളിൽ ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾക്കതെല്ലാം കംപ്ലീറ്റ് ആക്കണം. കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ ഹാ വരെയുള്ള ലെറ്റേഴ്സ് നമുക്ക് ഇപ്രാവശ്യം എക്സാമിന് വേണ്ടു. അതിനുശേഷം നിങ്ങൾക്ക് എന്തായാലും ഏപ്രിൽ മെയിൽ ക്ലാസ് ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്? എങ്കിലേ KGBയുടെ തീരുള്ളൂ. കംപ്ലീറ്റ് ആക്കണം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതി കംപ്ലീറ്റ് ആവണം എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾ വേറെ ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ ലെറ്റേഴ്സ് എഴുതാനല്ല പറയുന്നത്. മിസ് ഇപ്പോൾ ഏത് ലെറ്ററാണോ എടുക്കുന്നത് അത്രയും വരെയുള്ളത് കംപ്ലീറ്റ് ആവണം എന്നാണ് പറഞ്ഞത്. ദെൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ, സി യു. Bye miss.